മാസ്റ്റർ പീസായിരുന്നു. ലാഗൊന്നുമില്ല, ആ പടത്തിന് അത്ര ഒരു സ്ലോ പേസിലാണ് പോണത്. അത് വേറെ ലാഗായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ വിചാരിക്കാത്ത നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു. നല്ല പടമാണ്, നല്ല സസ്പെൻസ് ആണ്. ലാസ്റ്റിലെ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ പീസായിരുന്നു. നല്ല പടമായിരുന്നു. അല്ല, കൊള്ളാമെന്ന് അറിഞ്ഞിരുന്നു. പിന്നെ ഇപ്പോഴത്തെ എനിക്ക് അതിനേക്കാളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല പടം. എടുത്തു പറയാൻ വിഷ്വലും കൊള്ളാം, അതേപോലെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് പോയിരിക്കുന്ന രീതിയും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ലാഗൊന്നുമില്ല, ആ പടത്തിന് അത്ര ഒരു സ്ലോ പേസിലാണ് പോണത്. അത് വേറെ ലാഗായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ആണ് കഥ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടുത്തെന്ത് സംഭവിക്കുന്നുള്ളൊരു ത്രില്ലിൻ്റെ ഒരു സാധനം തോന്നുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിലൊരു സെറ്റായി വരണതേ ഉള്ളൂ. ആക്ടിങ്ങിൽ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു റോളൊക്കെ ഭയങ്കര കുറവാണ്. എല്ലാവർക്കും ഒരു 15 പേരുടെ ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നത്. പിന്നെ അതിൽ മെയിൻ പറഞ്ഞത് വിജയരാഘവനാണ്. അതുപോലെ ജഗദീഷ് ഉണ്ട്, പിന്നെ ആസിഫ് അലി ഉണ്ട്, അപർണ ബാലമുരളി ഉണ്ട്, പിന്നെ അല്ലാതെ വേറെ 2-3 ക്യാരക്ടറുകളുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. കൊള്ളാം, നല്ലായിരുന്നു. ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. നൈസ് മൂവി. പൊളിച്ചു. നൈസ് ആക്ടിങ്. നല്ല അഭിനയം. എടുത്തു പറയേണ്ട എന്താ പടത്തില്? നല്ല ഒരു ക്ലൈമാക്സ്. കൊള്ളാം, എല്ലാം